ചേലക്കര എം എൽ എ ആയി യു ആർ പ്രദീപും പാലക്കാട് എം എൽ എ ആയി രാഹുൽ മാങ്കൂട്ടത്തിലും അല്പസമയത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യും. എന്താണ് അവിടെ നിയമസഭയിൽ അതിനുള്ള ഒരുക്കങ്ങളൊക്കെയും പൂർത്തിയായിരിക്കുന്നു. ശങ്കരനാരായണൻ ലോഞ്ചിലാണ് പുതിയ നിയുക്ത എം എൽ എമാരായുള്ള സത്യപ്രതിജ്ഞ. जम्मू कश्मीर में भी हम इसके लिए काम कर रहे हैं और जो भी एप्लीकेंट्स 8,500 ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്, യു ആർ പ്രദീപ് ചേലക്കര എം എൽ എമാരായി ഇന്ന് അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. മന്ത്രി പി പ്രസാദ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ എൻ ഷംസീർ, പ്രതിപക്ഷ വി ഡി സതീശൻ, കെ കൃഷ്ണൻകുട്ടി, കടന്നപ്പള്ളി, സജി ചെറിയാൻ, മന്ത്രിമാരായ സജി ചെറിയാൻ അടക്കമുള്ള എല്ലാവരും എത്തിയിട്ടുണ്ട്. നിയമസഭയിൽ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ സ്പീക്കർ ശ്രീ എൻ ഷംസീർ ഈ സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയാണ്. സ്പീക്കറുടെ ചേംബറിലായിരുന്നു നേരത്തെ തൃക്കാക്കരയിൽ വിജയിച്ച ഉമാ തോമസിന്റെ സത്യപ്രതിജ്ഞ സ്പീക്കറുടെ ചേംബറിലായിരുന്നു. പക്ഷേ ഇപ്പോൾ സന്ദീപ് വാര്യർ അടക്കമുള്ളവർ, കെ വി ഗണേഷ് കുമാർ അടക്കമുള്ളവർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച, വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തിയിരിക്കുന്നു. ചേലക്കരയിൽ വിജയിച്ച, പിന്നും വിജയം സ്വന്തമാക്കിയ യു ആർ പ്രദീപ് അടക്കമുള്ളവർ അങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു. യു ആർ പ്രദീപ് എത്തിയിരിക്കുന്നു. അവിടെ എന്താണ് എം എൽ എമാർ, നിയുക്ത എം എൽ എമാർ പരസ്പരം സൗഹൃദം പങ്കുവയ്ക്കുന്ന കാഴ്ചയാണ്. പാലക്കാടിൻ്റെ എം എൽ എ, ചേലക്കരയുടെ എം എൽ എ. അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ നിയുക്ത എം എൽ എമാർ, നിയുക്ത എം എൽ എമാർ എന്നുള്ള സ്റ്റാറ്റസ് എം എൽ എ എന്ന സ്റ്റാറ്റസിലേക്ക് ശ്രീ യു ആർ പ്രദീപ് എം എൽ എ, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്ന പേരിലേക്ക് അല്പസമയത്തിനകം മാറാൻ പോകുന്നു. അവിടെ ശങ്കരനാരായണൻ തമ്പി ഹോളിൽ അതിനുള്ള ഒരുക്കങ്ങളൊക്കെയും ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ആർ ശ്രീത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീത്ത്, സത്യപ്രതിജ്ഞയുള്ള ഒരുക്കങ്ങളൊക്കെയും പൂർണ്ണമല്ലേ? കൂടുതൽ നേതാക്കളുടെ പങ്കാളിത്തം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിനുണ്ട് എന്ന് തോന്നുന്നു ശ്രീത്ത്? ഹാഷ്മി, നിയുക്ത എം എൽ എമാരുടെ സത്യപ്രതിജ്ഞയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ വെച്ചാണ് സത്യപ്രതിജ്ഞ നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ എ എൻ ഷംസീർ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മന്ത്രിമാരായ പി പ്രസാദ്, കെ കൃഷ്ണൻകുട്ടി, കെ വി ഗണേഷ് കുമാർ, കടന്നപ്പള്ളി രാമേന്ദ്രൻ, സജി ചെറിയാൻ തുടങ്ങിയവരും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ യു ആർ പ്രദീപിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും, അതായത് നിയുക്ത എം എൽ എമാരായ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും യു ആർ പ്രദീപിന്റെയും കുടുംബാംഗങ്ങൾ, അവരുടെ രാഷ്ട്രീയത്തെ പിന്തുടരുന്നവർ, അങ്ങനെ നിരവധി ആളുകളെ കൊണ്ട് ഈ ശങ്കരനാരായണൻ മെമ്പേഴ്സ് ലോഞ്ച് നിറഞ്ഞു കവിഞ്ഞു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന് രാവിലെ മുതൽ തന്നെ തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സ്വീകരണ പരിപാടികളായിരുന്നു. യു ആർ പ്രദീപ് നേരത്തെ ഒരു തവണ എം എൽ എ ആയ ആളാണ്. അദ്ദേഹത്തിന് ഇത് പുതിയ അനുഭവമല്ല. 2016 മുതൽ 2021 വരെ ചേലക്കരയെ നിയമസഭയിൽ പ്രതികരിച്ച ആളാണ്. കുടുംബാംഗങ്ങൾക്കും അദ്ദേഹത്തിന്റെ നേതാക്കളായ AC മൊയ്തീൻ അടക്കമുള്ള ആളുകൾക്കൊപ്പമാണ് എത്തിയത്. CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും എം എൽ എയുമായ MV ഗോവിന്ദൻ മാസ്റ്ററും സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി നേരത്തെ തന്നെ ഈ ശങ്കരനാരായണൻ മെമ്പേഴ്സ് സ്റ്റേജിലേക്ക് എത്തി. മന്ത്രിമാരടക്കം പ്രൗഢഗംഭീരമായ സദസ്സിനെ സാക്ഷിയാക്കിയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നടക്കാൻ പോകുന്നത്. നിയമസഭാ സെക്രട്ടറി കൃഷ്ണകുമാർ അല്പം സമയത്തിനകം എം എൽ എമാരെ സത്യപ്രതിജ്ഞയ്ക്കായി ക്ഷണിക്കും. സ്പീക്കർ എൻ ഷംസീർ, അതോടൊപ്പം മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ സ്ഥാനത്തിലാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നത്. ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി നിയമസഭാ സെക്രട്ടറി നിയുക്ത എം എൽ എമാരെ ക്ഷണിക്കാൻ പോവുകയാണ്. ആർ ശ്രീത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. നിയുക്ത എം എൽ എമാർ അവിടെയുണ്ട്. അവർ പരസ്പരം ചില കുശലാന്വേഷണങ്ങളൊക്കെ നടത്തുകയാണ്. കെ വി ഗണേഷ് കുമാർ തൊട്ടടുത്ത സീറ്റിലുണ്ട്. രാവിലെ AK സെന്ററിലെത്തിയതിനു ശേഷമാണ് യു ആർ പ്രദീപ് നിയമസഭയിലേക്ക് എത്തിയത്. നേരത്തെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണിയെ സന്ദർശിച്ചു. അതിനു മുമ്പ് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സ്വീകരണം ഉണ്ടായിരുന്നു. KPC ഓഫീസ് എത്തിയ ശേഷമാണ് നിയുക്ത പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയത്. എല്ലാ കാര്യങ്ങളും അവിടെ സജ്ജമാണ്. ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണ്. അല്പസമയത്തിനകം സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടങ്ങാൻ പോകുന്നു. നേരത്തെ തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഉമാ തോമസ് ആവട്ടെ, പുതുപ്പള്ളിയിൽ വിജയിച്ച ചാണ്ടിയുമ്മനാവട്ടെ, അവരൊന്നും നിയമസഭ ഈ പറഞ്ഞ ശങ്കരനാരായണൻ തമ്പി ഹാളിലായിരുന്നില്ല സത്യപ്രതിജ്ഞ. ശ്രീ യു ആർ പ്രദീപ്